എത്ര സീറ്റ് കിട്ടും? മോശം വരില്ല. എനിക്ക് ഇതുവരെ കിട്ടിയ ഭൂരിപക്ഷത്തിൽ ഏറ്റവും മുൻപിലുള്ള ഭൂരിപക്ഷമായിരിക്കും സംസ്ഥാനത്ത് ടോട്ടലി ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേനടയില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴും ആത്മവിശ്വാസം കൂടുകയായിരുന്നു. എല്ലാ അർത്ഥത്തിന്റെ ആത്മവിശ്വാസം കൂടി. പയ്യന്നൂരിലും തളിപ്പറമ്പിലും അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാത്ത പ്രശ്നമുണ്ട് സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആളുകൾ. അതെ, സ്ഥാനാർത്ഥികൾക്ക് നേരെയുള്ള ഭീഷണി, പ്രവർത്തകർക്ക് നേരെയുള്ള ഭീഷണി, പോലീസിനെയൊക്കെ ഫലപ്രദമായിട്ട് വിന്യസിച്ചില്ല. പല സ്ഥലത്തും നിർജീവമായിരുന്നു പോലീസ്. എനിക്ക് തന്നെ പേരാവൂരിലെ സംഭവങ്ങൾക്ക്, മുഴക്കുന്നിലും അതുപോലെ പായത്തുണ്ടായ സംഭവങ്ങൾക്ക് DGP തന്നെ നേരിട്ട് വിളിക്കേണ്ടതായിരുന്നു. ഈ മയ്യിലൊരു പ്രകാശൻ എന്ന് പറയുന്നൊരു CPM അനുഭാവി കോൺഗ്രസ് പ്രവർത്തകർ കുട്ടി, അതെന്താ നിങ്ങൾ അന്വേഷിക്കണം? എങ്ങനെയാ സംഭവം ഉണ്ടായിട്ടുള്ളത്? സത്യത്തിൽ എന്താ അവിടുത്തെ ബൂത്ത് ഏജന്റിനെ ആക്രമിക്കുന്നതായിരുന്നു സംഭവം. കോൺഗ്രസിന്റെ UDFന്റെ ബൂത്ത് ഏജന്റിനെ ആക്രമിച്ച സംഭവം കണ്ടിട്ട്, അതെ ആരാ ഈ പറയുന്ന ഈ കുട്ടി എന്ന് പറയുന്ന ആളുടെ സഹോദരനെയാണ് ആക്രമിച്ചത്. അത് തടയാനാണ് ശ്രമിച്ചത്. ആ സംഭവത്തിൽ ഒരു സ്കഫിൾ എന്ന് പറയും നിയമത്തിന്റെ ഭാഷയിൽ. ഇങ്ങോട്ടുള്ള പിടിവലിയിൽ എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കേണ്ടതാണ്. അതെ, അതാ ഞാൻ പറഞ്ഞേ. ആ സംഭവത്തിന്റെ തുടക്കം എങ്ങനെയാണെന്നാണ് നിങ്ങളുടെ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടത്. പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത്. കത്തിയും കൊണ്ടാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അല്ല, പോളിംഗ് ബൂത്തിലല്ലല്ലോ സംഭവം. അല്ല, വെളിയിലാണ്. പോളിംഗ് ബൂത്തിലാണല്ലോ, തൊട്ട് മുന്നിലാണ്. കത്തിയാണോ എന്ന് തന്നെ പരിശോധിക്കണല്ലോ. എല്ലാ സംഭവങ്ങളെയും അപലപിക്കുന്ന കൂട്ടത്തിൽ അതെ, അവിടുത്തെ ആ സംഭവത്തെയും തുടക്കം ആർക്കാണ്, അതിന്റെ പ്രകോപനം ആർക്കാണ്, അഗ്രസർ, അതാണ് നിയമത്തിന്റെ രാഷ്ട്രീയത്തിലും പരിശോധിക്കണം. UDFന്റെ ബൂത്ത് ഏജന്റിനെ ആക്രമിക്കുന്ന സംഭവത്തിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സഹോദരൻ ഇടപെട്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേസുകാരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമില്ല, നിങ്ങളുണ്ടാക്കുന്ന വിഷയമല്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് എന്താണ്? അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സുധാകരൻ കേരളത്തിലെ 10 വർഷത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള ഒരു വിജയത്തിന് വേണ്ടി അദ്ദേഹം വോട്ടർമാരെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ഏറ്റവും അവസാനം സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടുപോലും നടത്തിയിട്ടുള്ള പ്രതികരണം പറയുന്നത്, ഈ പുറത്തു വന്ന കത്ത് തെറ്റോ ശരിയോ എന്ന് താൻ പറയില്ല, അതിനകത്ത് അന്വേഷണം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ പേരിൽ വന്ന കത്ത് ഞാൻ ഒപ്പിട്ടതല്ല. ഞാൻ അങ്ങനെ യാതൊരു കത്ത് എഴുതുകയോ ഒപ്പിടുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അത് ഞാൻ ഈ വ്യാജ വാർത്ത ഉണ്ടാക്കിയ സംഭവത്തിൽ ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. കേസിനെ വിശ്വസിപ്പിക്കാതെ ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉൾപ്പെടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഗവൺമെന്റ് കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്തുകൊണ്ട് മടിക്കുന്നു? അങ്ങനെ മടിച്ചാൽ ഞാൻ മറ്റൊരു കാഫിർ സ്ക്രീൻഷോട്ടാണ്. വടകരയിൽ സാഫി പറമ്പലിനെതിരെ UDFന്റെ പ്രവർത്തകൻ സൃഷ്ടിച്ചതായി ഒരു കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. ആ കേസ് അന്വേഷണം LDFലേക്ക് എത്തിയപ്പോൾ അന്വേഷണം അറിയിപ്പിച്ചു. UDFന്റെ പ്രവർത്തകനെ കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചു. ആ പ്രവർത്തകൻ കേരള ഹൈക്കോടതിയിൽ പോയി പോലീസ് കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് എത്തിച്ചേർന്നവിടെയാണ് അമ്പാടി സഹാക്കൾ, റെഡ് വോളണ്ടിയേഴ്സ്, റെഡ് എൻകൗണ്ടേഴ്സ്, അവരാണ് ഇതിന്റെ നിർമ്മാതാക്കളും അവരാണ് ഇതിന്റെ പ്രചാരകരും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ ഇത് അവസാനം കേസ് തെളിയിക്കാൻ കഴിയില്ല എന്ന റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? കേസ് തെളിയിക്കാൻ കഴിയും. തെളിയിക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ അതിലെ പ്രതികൾ CPMന്റെ ഈ പറഞ്ഞ സംഘങ്ങളാണ് എന്ന് വ്യക്തമാക്കപ്പെടും എന്നറിയുന്നത് കൊണ്ട് കേസിൽ ഇപ്പൊ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറയുന്നു, എന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പേരിലുണ്ടാക്കിയ വ്യാജ കത്ത് ആര് നിർമ്മിച്ചു, ആര് പ്രചരിപ്പിച്ചു എന്ന് തെളിയിക്കാൻ ഗവൺമെന്റും പോലീസ് സംവിധാനവും ശ്രമിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ കോടതിയിൽ ഏതറ്റം വരെയും പോയി ഞങ്ങളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും അക്കാര്യത്തിലെ ഞങ്ങളുടെ നിരപരാധിത്വവും കൃത്യമായിട്ട് തെളിയിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം സണ്ണി ജോസഫിനെ കുറിച്ച്. ഞാനൊരു കത്ത് എഴുതി കൊടുത്താലേ അത് എഴുതി കൊടുത്തു എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആർജവത്ത് എനിക്കുണ്ട്. എന്റെ രാഷ്ട്രീയത്തില് ഞാൻ പ്രഗത്ഭനൊന്നുമല്ല, സാധാരണക്കാരനാണ്. ഒരു കത്ത് കൊടുത്താൽ, AICCക്ക് ഒരു കത്ത് കൊടുത്താൽ കൊടുത്തു ധൈര്യമായിട്ട് പറയും. കൊടുക്കാത്ത കത്തി വ്യാജമായി ഉണ്ടാക്കിയാൽ കൊടുക്കാത്ത കത്തി ആര് വ്യാജമായി ഉണ്ടാക്കിയും തെളിയിക്കാൻ വേണ്ടി അത് അറ്റം വരെ പോകും.